ഡയറിയും മാത്തൂരും കണ്ണാടിയും കൂടെ ചേർത്താൽ പാലക്കാട് UDF ജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ 8429 വോട്ടുകൾക്ക് UR പ്രദീപ് ലീഡ് ചെയ്യുന്നു. ചേലക്കരയിൽ ഡിസിസീവായി വിജയം ഉറപ്പിച്ചിരിക്കുന്നു UR പ്രദീപ്. പറയട്ടെ, CPM-ന്റെ വിലയിരുത്തൽ പാലക്കാട് UDF ജയിക്കുമെന്നുള്ളതാണ് CPM-ന്റെ വിലയിരുത്തൽ. UDF-ന്റെ ഭൂരിപക്ഷം പക്ഷേ 4000 ആണ് എന്ന് CPM പറയുന്നു. വിജയപ്രതീക്ഷയില്ലെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കും, പക്ഷേ മൂന്നാം സ്ഥാനത്ത് തുടരും എന്നുള്ളതാണ് അവരുടെ അന്തിമ വിലയിരുത്തൽ. തീർച്ചയായിട്ടും സരിൻ മൂന്നാമതാകുമെന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് അഡ്വാൻറ്റേജ് രാഹുലിനായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം നോക്കൂ, ചേലക്കരയിൽ 10000 വോട്ടിന് ഭൂരിപക്ഷം കിട്ടുമെന്നും അവർ അവകാശപ്പെടുന്നു. 8429 കടക്കും. മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മാക്സിമം പോയ 1000-2000 വോട്ടിന്റെ മുന്നേറ്റം മാത്രമേ ഉണ്ടാവാൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പാലക്കാട് UDF-ന്. പാലക്കാട് പക്ഷേ UDF മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ല, ഇനിയിപ്പോ എത്ര വ്യത്യാസമുണ്ട്? പാലക്കാട് തരംഗമാണ് എന്നുണ്ടെങ്കിൽ ഓരോ റൗണ്ടിലും UDF കയറി. പാലക്കാട് ഇഞ്ചോടിഞ്ചാണ്. ചേലക്കരയിലുള്ള ഇഞ്ച് എടുത്തിട്ട് നോക്കൂ, ചേലക്കരയിൽ ലീഡ് ഉയർക്കുന്നു 8429 വോട്ടുകൾക്ക്. അവിടെ UR പ്രദീപ് ചോദ്യം ചെയ്യാനാവാത്ത അജയ്യ ശക്തി എന്നൊക്കെ നമുക്ക് പറയാവുന്നത് പോലെ UR പ്രദീപിന്റെ തേരോട്ടമാണ് നമ്മൾ ചേലക്കരയിൽ കാണുന്നത്. ഇനി പിടിച്ചു നിർത്താൻ കഴിയില്ല. അതായത് UR പ്രദീപിലൂടെ LDF ഉറപ്പിച്ചിരിക്കുന്നു ഭരണവിരുദ്ധ വികാരം ഇല്ല. എപ്പോഴും കൃത്യമായ കണക്കുകൾ CPM-ന്റെ ബൂത്തുകളിൽ നമുക്ക് ടാലിയായിട്ട് കിട്ടാറുണ്ട്. ആ കണക്കുകൾ പ്രകാരം ചേലക്കരയിൽ 15-നും 18-നും ഇടയ്ക്ക് ഭൂരിപക്ഷമാണ് UR പ്രദീപിന് പ്രവചിച്ചിരുന്നത്. അതാണ് 18000 എന്ന് UR പ്രദീപ് പറഞ്ഞത്. ആ കണക്കുകൾ കൃത്യമായിട്ട് വരുന്നു. പക്ഷേ പാലക്കാട് പാർട്ടി പറഞ്ഞത് മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും. ആ നിലയിലാണ് കാര്യങ്ങൾ വരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്രതീക്ഷിതമായ മുന്നേറ്റം എന്ന് പറയുന്നത് മൂന്നാമത്തെ റൗണ്ടിലും 4ാമത്തെ റൗണ്ടിലും ഉണ്ടായ കുതിപ്പ് വലിയ കുതിപ്പാണ്. അതിന് തടയിടാൻ NDAക്ക് സാധിച്ചില്ല. NDAക്ക് എവിടെയാണ് ആ കുതിപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ്. ഇനി ഇവര് പ്രതീക്ഷിച്ചിരിക്കുന്ന പഞ്ചായത്ത്, കോൺഗ്രസിന്റെ പഞ്ചായത്ത് ചേലക്കര പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ, അതായത് 2016-ൽ UR പ്രദീപിന് ഒരു 255 വോട്ട് കുറവായിരുന്നു. അതിലാണ് ഈ പ്രതീക്ഷ പിടിക്കുന്നത്. പക്ഷേ നമ്മൾ അവിടേക്ക് വരുമ്പോൾ ചേലക്കര പഞ്ചായത്തിൽ UDF-ന് ഈ 2024-ൽ 367 വോട്ടിന് ഈ 255 367 വെച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയാനുള്ളത് 2021-ൽ രാധേട്ടൻ നേടിയ 6949 അവിടെ കിടപ്പുണ്ട്. ആ ഡെപ്പോസിറ്റ് ചേലക്കര, ആ ഡെപ്പോസിറ്റിൽ എത്ര കിട്ടും? ചേലക്കര നോക്കുക വേണ്ട. ചേലക്കര പഞ്ചായത്ത് ചേലക്കരയിൽ UDF ഇപ്പോൾ പറയുന്നത് UDF പ്രതീക്ഷിച്ചതിലും 2000 വോട്ടുകൾക്ക് LDF മുന്നിലായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു റൗണ്ട് കൂടി BJP